എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. പിന്നെ നമ്മളെ മുഹമ്മദ് സ്വാലിഹ് മൗല എന്ന് പറയപ്പെടുന്ന മഹാനബറുകളുടെ തരീഖത്താണ്. പിന്നെ കണ്ണിയല മൗലാന്റെ തരീഖത്താണ്. ഖദ്ദസല്ലാഹു അസ്റാറഹും. അപ്പൊ അങ്ങനത്തെ മഹത്തുക്കളെ കൊണ്ടൊക്കെ കള്ളത്തരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് ചില ഈ കാക്കാമാരൊക്കെ എങ്ങനെയാണ് ഹിദായത്തിലാകുക? ഓന്റെ കമ്മീസും ഓന്റെ തൊപ്പി ചട്ടിത്തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആളത് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ജനങ്ങളെ, അല്ലാഹുവിന്റെ നബിമാർക്ക് നമുക്ക് ദുആ ചെയ്തിട്ടുണ്ട്. ലായുളില്ലൂനക്കും വലായഫ്തിനൂനക്കും, അവര് നിങ്ങളെ പഴപ്പിക്കാതിരുന്നു കൊള്ളട്ടെ, അവര് നിങ്ങളെ ഫിത്നയാക്കാതിരുന്നു കൊള്ളട്ടെ, അവര് നിങ്ങളെ വഴിതെറ്റിപ്പിക്കാതിരുന്നു കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിച്ചണ്ട. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട. അവരെ വർത്താനങ്ങൾ കേൾക്കരുത്. നായിനാട്ടം പോലെ ആട്ടിയാൽ മതി. ഓന്റെ കമീസൊക്കെ ഇട്ടിട്ടോ വരുമ്പോ നായിനാട്ടം പോലെ ആട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഇതുണ്ടാവും, ഇതെല്ലാ കാലത്തും ഉണ്ടാവും. അത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ആ മാതൃക എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തിലും ഉണ്ടാകും എന്ന്. മനസ്സിലായില്ല? അപ്പൊ അത് ഞാൻ ആ വിഷയം അവിടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ വിഷയപ്പതൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ അതൊന്നും നോക്കരുത്. നമ്മളിവിടെ ഒരു സ്ഥാപനം